PSC ലേണിംഗ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1975 പ്രധാന സംഭവങ്ങളാണ്. PSC ആവർത്തിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1975 ഇടുക്കി ഡാം നിർമ്മിച്ചത്. 1975 ഇടുക്കി ഡാം നിർമ്മിച്ചത് എങ്കിലും പ്രവർത്തനം ആരംഭിച്ചത് 1976 ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇതിൻ്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് കാനഡയാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സ്ഥലം നിർദ്ദേശിച്ചത് കൊലുമ്പൻ മൂപ്പനാണ്. ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻകുറത്തി മലകൾക്കിടയിലാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഏഷ്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. ഇത് എക്സാമിന് ചോദിച്ചതായിരുന്നു. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏഷ്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സ്ഥലം നിർദ്ദേശിച്ചത് കൊലുമ്പൻ മൂപ്പനായിരുന്നു. ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻകുറത്തി മലകൾക്കിടയിലാണ്. 1975 ഡാം നിർമ്മിച്ചത്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1976 ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയായിരുന്നു. 780 മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത്. 1975 ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യം നിലവിൽ വന്നതും ഏറ്റവും വലുതുമായ നാഷണൽ പാർക്കാണ് ഇരവികുളം. ഒന്നുകൂടി പറയാം. 1975 വന്യജീവി സങ്കേതമായിട്ട് ഇരവികുളത്തെ പ്രഖ്യാപിക്കുന്നത്. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യം നിലവിൽ വന്നതും ഏറ്റവും വലുതുമായ നാഷണൽ പാർക്കാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1975 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. കുട്ടനാടിലെ വെള്ളപ്പൊക്കം തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. 1975 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായി ആരംഭിച്ച മറ്റൊരു സംവിധാനമാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. അത് 1954 അപ്പോൾ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായി ആരംഭിച്ച മറ്റൊരു സംവിധാനമാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അത് 1954 ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുതി ഉൽപാദകരായ ദേശീയ താപവൈദ്യുത നിലയം വന്നതും 1975 ഈ ദേശീയ താപവൈദ്യുത നിലയമാണ് NTPC എന്നറിയപ്പെടുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് വന്നതും 1975 ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. NTPC നിലവിൽ വന്ന വർഷം 1975. NTPC പറഞ്ഞാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ അല്ലെങ്കിൽ ദേശീയ താപവൈദ്യുത നിലയം വന്നതും 1975. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് വിന്ധ്യാചലാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം വന്നത് നെയ്വേലിയാണ്. തമിഴ്നാടാണ് നെയ്വേലി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത് വിന്ധ്യാചൽ താപവൈദ്യുത നിലയമാണ്. ഇത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ ആദ്യ താപവൈദ്യുത നിലയം നിലവിൽ വന്നത് നെയ്വേലിയാണ്. അത് തമിഴ്നാടാണ്. ഇന്ത്യൻ പ്രസിഡന്റ് VV ഗിരിക്ക് ഭാരതരത്ന ലഭിച്ചത് 1975. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് VV ഗിരി. 1975 VV ഗിരിക്ക് ഭാരതരത്നം ലഭിച്ചത്. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തെ വിജയിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് VV ഗിരി. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975. 1975 ജൂൺ 25 ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതും 1975. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതും 1975.
ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയന്റെ ബൈക്കനോർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. 1975 ഏപ്രിൽ 19-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയന്റെ ബൈക്കനോർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിച്ചതും 1975-നാണ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അതായത് NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NFDC, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിച്ചതും 1975-ലാണ്. 1975-ലാണ് ബയോസ്ഫിയർ റിസർവ് ആരംഭിച്ചത്. കേരളത്തിൽ 2 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ആദ്യത്തേത് 1986-ൽ ആരംഭിച്ച നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല. ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഗ്രേറ്റർ റാൻ ഓഫ് കച്ച് ആണ്. അത് ഗുജറാത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ദിബ്രു-സൈഖോവ, അത് ആസാമിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് 1975-ലാണ്, PG-യിലാണ്. എന്നാൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. രണ്ടും കൂടെ മാറിപ്പോകരുത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് 1975 PG-യിലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വന്നത് കോട്ടയമാണ്. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ രൂപീകൃതമായത് 1975-ലാണ്. കേരള ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷൻ രൂപീകൃതമായത് 1975-ലാണ്. മനുഷ്യന്റെ ആദ്യ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. PSCക്ക് ചോദിച്ചതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണെന്ന്? ജലഗതാഗതമാണ്. മനുഷ്യന്റെ ആദ്യ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. ജുങ്കോ താംബെ എവറസ്റ്റ് കീഴടക്കിയത് 1975-ലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജുങ്കോ താംബെ. ജുങ്കോ താംബെ എവറസ്റ്റ് കീഴടക്കിയത് 1975 മാർച്ച് 16-നാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജുങ്കോ താംബെ. എന്നാൽ ഇന്ത്യക്കാരിയായ വനിത, അതായത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ബചേന്ദ്രി പാലാണ്. 1984-ലായിരുന്നു അത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. 1984-ലായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. 1984-ലായിരുന്നു അത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 1975-ലെ പ്രധാന സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. PSC ആവർത്തിക്കുന്ന എല്ലാ വർഷങ്ങളിലെയും പ്രധാന സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ ക്യാപ്സ്യൂളാക്കി ഇടുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.